ആറന്മുള ദുരിതാശ്വാസ ക്യാമ്പിലെ കോൺഗ്രസുകാരുടെ പറയിപ്പിക്കൽ തന്ത്രം പൊളിയുന്നു. കഴിഞ്ഞ ദിവസം ആറന്മുള ദുരിതാശ്വാസ ക്യാമ്പിൽ ഒരമ്മ അവർക്കുണ്ടായ അനുഭവങ്ങൾ വളരെ വ്യക്തമാക്കിയതാണ്. അവിടെയുണ്ടായ കുറവുകളും കഴിഞ്ഞകാല സർക്കാരിൻ്റെ മികവുകളും അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലത്തെ LDFിൻ്റെ മുഖ്യമന്ത്രിയെക്കുറിച്ചെല്ലാം പറയുന്നു നമ്മൾ കേട്ടതാണ്. കേട്ടിട്ടില്ലെങ്കിൽ ഒന്നുകൂടി. ഗവൺമെന്റ് ഞങ്ങളുണ്ടായിട്ടല്ലേ ഇവര് കയറി പോന്നു. ഇനി ഞങ്ങൾ കണ്ടോളാം. ഇതിനെക്കാട്ടി എന്ത് ഡീസന്റ് ആയിരുന്നു. ഈ ക്യാമ്പുകളിൽ നിങ്ങൾ എത്തി വളരെ പെട്ടെന്ന് ഇറങ്ങേണ്ടി വന്നതാണ്. സൗകര്യങ്ങളൊക്കെ ഈ ക്യാമ്പിലൂടെ വെളിച്ചം പോലും ഇല്ല. ആ അമ്മ പെട്ടെന്ന് തന്നെ ആരോ ഭയപ്പെടുത്തി പറയിപ്പിച്ച പോലെ പെട്ടെന്ന് തന്നെ ഈ വാക്കുകൾ മാറ്റി പറയുന്നു. പക്ഷേ ആ അമ്മ തന്നെ ഈ വീഡിയോയുടെ അവസാനം ഇതിനെക്കുറിച്ച് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ വീഡിയോയുടെ അവസാനം വരെ കാണുന്നവർക്ക് അതിന് സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാകും. ഭയപ്പെടുത്തി പറയിപ്പിച്ചതിന് ശേഷം അമ്മ പറഞ്ഞ വാക്കുകളിൽ എനിക്കൊന്നും അറിയത്തില്ല. എന്റെ അടുത്ത് നിന്ന വിജിരിമോൻ പറഞ്ഞു ഇന്നതുപോലൊക്കെ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു. അമ്മ വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നത്. അങ്ങനെ പറയാനുണ്ടായ സാഹചര്യങ്ങളെല്ലാം ഈ വീഡിയോ അമ്മ പറയുന്ന ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ധാരണയാകും. ഒന്ന് കണ്ടു നോക്കൂ. ഇതെല്ലാം ഞങ്ങളുടെ അയൽവക്കക്കാരും വേണ്ടപ്പെട്ടവരും ഒക്കെ നമുക്കൊന്ന്. എൻ്റെ മോക്കും പഞ്ചായത്തിൽ ജോലിയുണ്ട്. അപ്പൊ എനിക്ക് അവരോടൊന്ന് സംസാരിക്കാനൊക്കെ ഇത് തന്നെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവളെന്നെ കൊല്ലും. അതാ ഞാൻ അവരോട് പറഞ്ഞേ വേണ്ട പറയണ്ട എന്ന് പറഞ്ഞേ. അരി അവളെ ഇപ്പോഴും എന്നെ വിളിച്ചിട്ട് പറഞ്ഞ അക്ഷരം മിണ്ടരുതെന്ന്. ഞാൻ പറയുന്നവർക്ക് അറിയാം, അറിയുമെന്നൊക്കെ അറിയാം. അതുകൊണ്ട് അവള് എന്നെ എപ്പോഴും ഇത് വെള്ളം കയറിയപ്പോ അമ്മച്ചി വിടായിരുന്നോ? പിന്നെ 14 ദിവസം എന്തായിരുന്നു മോനെ, ഓണം പോലെയാണ്. ലാസ്റ്റ് പോകാൻ നേരത്തുണ്ടല്ലോ ചാക്ക് കണക്കിന് ആ സാധനം ഇവിടെ കിടന്നത് ഓരോ മനുഷ്യർക്ക് വാരിക്കൊടുത്തത്. ഒന്നും എത്തിയില്ലല്ലോ. ഇഷ്ടം പോലെ പെണ്ണുങ്ങളെല്ലാം കൂടെ ഇവിടെ ഇട്ടായിരുന്നു. അല്ല, സ്പോൺസർ ചെയ്ത് ഓരോരുത്തർ കൊണ്ടുവരുമായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണയായെന്ന് തോന്നുന്നു. ആ അമ്മ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എൻ്റെ മകള് പഞ്ചായത്തിൽ ജോലി ചെയ്യുന്നതാണ്. ആ മകള് ഞാനിത് പറഞ്ഞെന്നറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊല്ലും. അതിനുശേഷം ആ അമ്മ ഉള്ളിൽ നിന്ന് ഒരു കാര്യം പറയുന്നുണ്ട്. 2018 ദുരിതാശ്വാസ ക്യാമ്പ് അതൊരു ഓണം പോലെയായിരുന്നു. അതൊരു ആത്മാർത്ഥതയുടെ വാക്കുകളായിരുന്നു. അതൊരു സത്യസന്ധമായിട്ടുള്ള വാക്കുകളായിരുന്നു. അമ്മ പറഞ്ഞ ഈ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലിട്ട് പൊലിപ്പിക്കുന്ന കൊങ്ങികളോടാണ് എനിക്ക് പറയാനുള്ളത്. ഇതിന്റെ സത്യാവസ്ഥ കൂടി എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാവണം.